ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് മെലസ്റ്റോമ എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഈ ചെടിയുടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഈ ചെടി വാഗമണിലെ ഓർക്കിഡേറിയം വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു പ്രദേശം മുഴുവനും ഇങ്ങനെ ഈ ചെടി നിറച്ച് പൂവിട്ട് നിൽക്കുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ അത് മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കിഡേറിയം വിസിറ്റ് എന്ന് പറയുന്ന എൻ്റെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്ക് ഈ ചെടി എന്ന് പറയുന്നത് നമുക്ക് മണ്ണിലും അതുപോലെ ചട്ടിയിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. പക്ഷെ ചട്ടിയിൽ വളർത്തുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഈ ചെടി വലുതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ ആ ഒരു വലിപ്പത്തിന്, ആ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പൂക്കളായിരിക്കും നമുക്ക് ചട്ടിയിൽ വളർത്തുമ്പോൾ കിട്ടുന്നത്. മണ്ണിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വലുതാവുകയും നിറയെ പൂ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരു ലോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ നല്ല വെയിലുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ നമുക്കിങ്ങനെ ഈ ചെടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത്, ഇതിപ്പോൾ നല്ലൊരു വയലറ്റ് കളറിലെ പൂക്കളാണ്. ഇതിൻ്റെ ഒരു ലൈറ്റ് കളറിലെ പൂവുണ്ടാവുന്ന ഒരു ചെടി കൂടി ഉണ്ട്, ഇതേപോലത്തെ പൂവുണ്ടാവുന്ന ഒരു ചെടി കൂടി ഉണ്ട്. അപ്പം അത് രണ്ടും എൻ്റെ കയ്യിൽ നല്ല വലിയ ചെടിയായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ആ ഫ്ലഡിൻ്റെ സമയത്ത് ആ രണ്ടും ചെടിയും ചീഞ്ഞു പോയതാണ്. അപ്പം അതിന് ശേഷം ഈ ചെടിയിലെ ഞാൻ 20 രൂപയുടെ ഒരു ചെറിയ തൈയാണ് ഞാൻ വാങ്ങിച്ചത് അതിന് ശേഷം. അപ്പോൾ ആ ചെടി അതിനുശേഷം വളർന്നപ്പോൾ ആദ്യമായിട്ട് ആ ചെടിയിൽ പൂ വന്നിരിക്കുന്നതാണിത്. അപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പൂവിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് ഏകദേശം ഇതുപോലെ തന്നെ ഇലകളൊക്കെ ആയിട്ട് വേറൊരു ചെടിയുണ്ട്. മെലസ്റ്റോമയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണത്. അതിലൊരു പിങ്ക് പൂക്കളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലും നാട്ടുമ്പുറത്തൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ പൂക്കൾ. അതുപോലത്തെ തന്നെ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ചെടിയുണ്ട്. അപ്പോൾ ആ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ചെടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു മുമ്പ്. അതും ഇതുപോലെ നശിച്ചു പോയി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കായൊക്കെ വീണിട്ട് തന്നെ തൈയൊക്കെ മുളച്ചു വരുമായിരുന്നു. പക്ഷേ ഈ ചെടി എന്ന് പറഞ്ഞാൽ അത്ര കായ ഉണ്ടാവും, പക്ഷെ കായ തനിയെ വീണ് മുളയ്ക്കൊന്നുമില്ല. നമ്മൾ മുളപ്പിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെ മുളച്ച് വരുന്ന ഒരു പ്രകൃതം ഈ ചെടിക്കില്ല. കൊമ്പ് കുത്തിയാലും അങ്ങനെ പിടിച്ച് കിട്ടിയിട്ടില്ല എനിക്കിതുവരെ. റൂട്ടിങ് ഹോർമോണൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇതിൻ്റെ പ്രൂണിങ്ങിനെ പറ്റി പറയാം. ഇതിൻ്റെ ഈ പൂങ്കുല മാത്രം പ്രൂൺ ചെയ്ത്, അതായത് പൂവ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പൂവുണ്ടായ ഭാഗം മാത്രം പ്രൂൺ ചെയ്ത് കളയണം. അപ്പോഴാണ് നമുക്ക് പുതിയ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിനോട് ചേർന്ന ഭാഗത്തൊന്നും പ്രൂൺ ചെയ്യരുത്. അതായത് ഹാർഡ് പ്രൂണിങ് നമ്മൾ ചെയ്യരുത്. ഈ പൂങ്കുല നിന്ന സ്ഥലം മാത്രം കട്ട് ചെയ്ത് മാറ്റാനേ പാടുള്ളൂ. സാധാരണ നമ്മൾ പൂച്ചെടികൾ, വലുതാവുന്ന പൂച്ചെടികൾ നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോൾ അതിനെ പ്രൂൺ ചെയ്ത് വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ പൂക്കൾ വരും. പക്ഷേ ഈ ചെടിയുടെ മെയിനായിട്ടുള്ള സ്റ്റെമ്മിനോടൊക്കെ ചേർന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഹാർഡ് പ്രൂണിങ് ഈ ചെടിക്ക് ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് വെള്ളം വാർന്നു പോണ മണ്ണായിരിക്കണം, അതേസമയം തന്നെ കുറച്ച് നനവ് നിൽക്കുന്ന മണ്ണുമായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ണെടുക്കുമ്പോൾ അതിലൊരുപാട് മണലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മണ്ണിൽ നന്നായിട്ട് ഓർഗാനിക് വളങ്ങൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വാർന്നു പൊക്കോളും, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നനവ് ആ മണ്ണിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർഗാനിക് വളങ്ങൾ മിക്സ് ചെയ്ത മണ്ണ് മതി. മണൽ മിക്സ് ചെയ്യാം. മണൽ ഒരുപാട് ഇതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മണൽ മിക്സ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നന്നായിട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്താൽ ഈ ചെടി നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെയിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ ഈ ചെടിക്ക് ആവശ്യമാണ്, എന്നാലാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഈ ചെടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിൻ്റർ സീസണിലുള്ള വെയിലൊക്കെ ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ കൊണ്ടാലും ഈ ചെടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇനി വരുന്ന സമയത്ത്, അതായത് മാർച്ച് ഏപ്രിൽ മെയിലുള്ള വെയിലൊക്കെ, ഉച്ചയ്ക്കുള്ള വെയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചെടി കൊണ്ടുകൊണ്ടിരുന്നാൽ ഈ ചെടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ സമ്മർ സീസണിൽ ഈ ചെടി പൊതുവേ ഡള്ളാവുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ചെടി മോശമായി പോവും. അപ്പോൾ നല്ല വെയിലാവുന്ന സമയത്ത് കുറച്ച് ഷെയ്ഡിലേക്ക്, അതായത് എപ്പോഴും ഷെയ്ഡല്ല, കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ചെടിയെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അതല്ല ഇനിയിപ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, നമ്മുടെ ചെടി വെയിലത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നനയ്ക്കാൻ ശ്രദ്ധിക്കുക.
അങ്ങനെ എല്ലാ ദിവസവും നനയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചട്ടിയിൽ ഒരു ലെയർ നന്നായിട്ട് കൊക്കോപീറ്റും അതുപോലെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഒരു ലെയർ നമ്മുടെ ചട്ടിയിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാലും മതിയാവും. നനവ് നമ്മുടെ ചട്ടിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ നനച്ചാലും മതിയാവും. മഴയത്തൊക്കെ നമുക്ക് ഈ ചെടിയെ വെക്കാം, മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചട്ടിയിൽ നിന്ന് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, വെള്ളം വാർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇതിലെ കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കീടശല്യങ്ങളൊന്നും എൻ്റെ ചെടിയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും വരാൻ സാധ്യതയുള്ളത് മീലി ബഗ്സ് ആണ്. മീലി ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സോപ്പ് വാട്ടർ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മീലി ബഗ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 2-3 ദിവസം അടുപ്പിച്ച് നമുക്ക് സോപ്പ് വാട്ടർ സ്പ്രേ ചെയ്ത് മീലി ബഗ്സിനെ മാറ്റാൻ പറ്റും. അത് സോപ്പ് വാട്ടർ സ്പ്രേ എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള ഡിഷ് വാഷ്, ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം കഴുകുന്ന ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് എടുത്ത് ഒരു 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതൊരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. നമ്മുടെ ചെടി ഡള്ളായി തുടങ്ങുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ചെടിയിലെ പൂക്കൾ കഴിഞ്ഞ് പൂക്കളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കണം. വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, അതൊക്കെ നമുക്ക് ചെടിക്ക് വളമായിട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡായിട്ടുള്ള രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുക. ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ വെള്ളത്തിലിട്ട് ആ വെള്ളം ആയിട്ട് കൊടുക്കുക വളം. അതല്ലെങ്കിൽ ബനാന പീൽ ഫെർട്ടിലൈസർ അങ്ങനെ കൊടുക്കുക. അങ്ങനെയൊക്കെ വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.